എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സെൻഷ്വാലിറ്റിയും സെക്ഷുവാലിറ്റിയും തമ്മിൽ ഹാനിയും ആടവും തമ്മിലുള്ള വ്യത്യാസമുണ്ടോ? എങ്കിൽ ഈ വീഡിയോ ഒന്ന് നമുക്ക് നോക്കിയാലോ. ഇതേക്കുറിച്ചാണ് ഈ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. നമ്മൾ പ്രണയിക്കുമ്പോൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ അതിൽ ഇൻവോൾവ് ആകുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ സെൻഷ്യൽ ആണെന്ന് പറയാം. നമുക്ക് നമ്മുടെ പങ്കാളിയോട് പലതരത്തിലുള്ള വികാരങ്ങൾ ഉണ്ടാകുന്നതിന് കാരണവും ഇത് തന്നെയാണ്. എന്നാൽ നിങ്ങൾ സെക്ഷൽ ആകുമ്പോൾ നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് വലിയ റോൾ ഇല്ലാതെ ആകുന്നു. കാരണം ശാരീരികമായി നമുക്ക് ലഭിക്കേണ്ട ആനന്ദത്തിലായിരിക്കും നമ്മുടെ പ്രൈമറി ഫോക്കസ്. അതുകൊണ്ട് തന്നെ ഓർഗാസം ലക്ഷ്യം വെച്ചുകൊണ്ട് സെക്സ് ചെയ്യുക എന്നതിലായിരിക്കും നമ്മുടെ പരിപൂർണ ശ്രദ്ധയും. സെൻഷ്വാലിറ്റി എന്നത് നമ്മുടെ 5 സെൻസുകളായ കേൾവി, സ്പർശനം, കാഴ്ച, മണം, രുചി എന്നിവയുടെ സഹായത്തോടെ നമ്മുടെ പങ്കാളിയിലേക്ക് കയറിക്കൂടി ആ പങ്കാളിയെ അറിയുന്നതിനുള്ള നമ്മുടെ കഴിവാണ് എന്ന് ചുരുക്കി പറയാം. ഇവിടെ ഇന്റിമസിയാണ് പ്രധാനം. നമ്മളിലേക്ക് പങ്കാളിക്ക് കടന്നു വരാനും നമ്മളെ കാണാനും അറിയാനും, നമ്മൾ നമ്മളെ കാണുന്നത് പോലെ പരിഗണിക്കുന്നത് പോലെ കാണാനും പരിഗണിക്കാനും കഴിയുമ്പോഴാണ് നമ്മൾ ഇന്റിമേറ്റ് ആണെന്ന് പറയുന്നത്. പ്രണയം എന്നത് സെൻഷ്യൽ ഡീറ്റെയിൽസ് ആണ് മനോഹരമാകുന്നത്. സെൻഷനായി നമ്മൾ ഇന്റിമേറ്റ് നിമിഷങ്ങൾ ചിലവഴിക്കുമ്പോൾ അതിൽ സെക്സ് ഒരു ഘടകമാകണമെന്നില്ല. എന്നാൽ സെക്സ് ആകാൻ പാടില്ല എന്നുമില്ല. എന്നാൽ സെക്സിന് വേണ്ടി നമ്മൾ കുറച്ച് മിനിറ്റുകൾ മാത്രം ചിലവഴിക്കുമ്പോൾ സെൻഷ്യൽ ലവ് മേക്കിങ്ങിനെ കുറിച്ച് മണിക്കൂറുകൾ തന്നെ വേണ്ടിവരും. അതുകൊണ്ട് തന്നെ സെൻഷ്വാലിറ്റി എന്നത് ഈ ലോകത്തിലെ വളരെ എക്സ്പെൻസീവും ലക്ഷറിയുമാണെന്ന് പറയാം. പങ്കാളിയെ തൊടുകയും കാണുകയും കേൾക്കുകയും ചെയ്യുക എന്നത് നമുക്കൊക്കെ പരിചയമുണ്ടാകും. എന്നാൽ എങ്ങനെയാണ് മണക്കുകയും രുചിക്കുകയും ചെയ്യുന്നത് എന്ന് പലർക്കും സംശയം കാണും. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ സാധാരണ ലൈംഗികതമായി ബന്ധപ്പെടുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ കാണുന്നതിൽ നിന്നും വിഭിന്നമായി പങ്കാളിയുടെ ശരീരത്തിലൂടെ നിങ്ങളുടെ വിരലുകൾ ഉറുമ്പ് നടന്നു പോകുന്ന ഫീൽ കിട്ടുന്ന രീതിയിൽ കൊണ്ടുപോയി നോക്കിക്കേ. ആ സമയത്ത് പങ്കാളിയുടെ ചർമ്മത്തിലും ശരീരത്തിലെ രോമങ്ങളിലും സംഭവിക്കുന്ന മാറ്റങ്ങൾ ഒന്ന് ശ്രദ്ധയോടെ നോക്കിക്കേ. അതിനിടയിൽ അവരുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ വിരലുകൾ അവരുടെ ശരീരത്തിലൂടെ ചലിപ്പിച്ചുകൊണ്ടിരുന്നേ. കുറച്ചു മുന്നേ അവരുടെ ചർമ്മത്തിലും രോമങ്ങളിലും നോക്കിക്കണ്ട അവരിൽ ഉണ്ടായ മാറ്റങ്ങൾ ഇപ്പോൾ നിങ്ങൾ അവരുടെ കണ്ണുകളിൽ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ആ കണ്ണുകളിൽ നിന്നും അറിയാൻ സാധിക്കും. എങ്ങനെയെങ്കിലും കളിച്ചാൽ മതി, എന്റെ പോകണം, എന്റെ പങ്കാളിക്ക് സുഖം കിട്ടുന്നുണ്ടോ എന്ന് പോലും അറിയാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് ഇത് പറഞ്ഞിട്ടുള്ള കാര്യമല്ല കേട്ടോ. അപ്പോൾ ഇത്തരത്തിലൂടെ അനുഭവത്തിലൂടെ കടന്നുപോയവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാകും. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.